أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മൾ എല്ലാ ഞായറാഴ്ചകളുടെയും സന്ധ്യകളിൽ അല്പസമയം സമകാലികമായ ചില കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയും തുടർന്നു പോരുന്ന തന്നെ അതുപോലുള്ള ഒരു സമകാലികമായ, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, സമൂഹത്തിൽ ഇന്ന് ഏറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മളും ഇന്ന് അല്പസമയം ഒരുമിച്ചുകൂടി സംസാരിക്കുന്നത്. അള്ളാഹു ഈ സംസാരങ്ങളിലെ ഓരോ കാര്യവും അതിൽ നിന്ന് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ ഈമാനിനെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന നിലക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മളിന്ന് വിചാരിച്ചത്, നമുക്കെല്ലാവർക്കും അറിയാം, അത്ഭുതം പറയുന്ന സമാധികളും ഔലിയാക്കൾ ഉറങ്ങുന്ന ദർഗകളും എന്നൊരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം, സമാധി നമ്മുടെ കേരളക്കരയിൽ ഈ ഒരാഴ്ച ചെറിയ കുട്ടികൾ പോലും മനഃപ്പാഠമാക്കി വച്ച വളരെ അപരിചിതത്വം നിറഞ്ഞ, അത്ഭുതം നിറഞ്ഞ ഒരു വാചകം സമാധി. തമാശക്ക് പോലും ചില ആൾക്കാർ പറയാറുണ്ട്, അവൻ സമാധിയായി. അല്ലെങ്കിൽ ഒരാളെ ചിത്രം കാണിച്ചിട്ട് ആരെങ്കിലും കുറച്ചു നേരം കാണാതായാൽ എന്ന് ഉറങ്ങിപ്പോയാൽ പറയും അവൻ സമാധിയായി. ഏതായാലും സമാധി എന്ന വാക്ക് 2025 ഒരു ട്രെൻഡായി മാറിയ ഒരു അവസ്ഥയിലാണ്, സാഹചര്യത്തിലാണ് നമ്മുടെ കേരളക്കര. പല മതങ്ങളും അവരുടേതായ ആശയങ്ങളും ദർശനങ്ങളുമൊക്കെ അവരുടെ വിശ്വാസികൾക്കിടയിൽ അവരിലെ പണ്ഡിതന്മാരങ്ങനെ പ്രചരിപ്പിക്കുകയും അതിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ മറ്റ് മതങ്ങളോടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നുള്ളതും, മുസ്ലിമീങ്ങൾ അവരെ ഒരിക്കലും നിന്ദിക്കുന്ന, അവഹേളിക്കുന്ന അവസ്ഥകളിലേക്ക് മറ്റു മതസ്ഥരുടെ ഈർഷതയും ദേഷ്യവുമൊക്കെ പിടിച്ചു പറ്റുന്ന തരത്തിൽ അവരുടെ മതചിഹ്നങ്ങളെയും അവരുടെ മതകാര്യങ്ങളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളോ പ്രവർത്തനങ്ങളോ ഒരു മുസ്ലിമിൽ നിന്ന് ഉടലെടുക്കാൻ പാടില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ സമാധി എന്ന വാക്ക് തന്നെ പലപ്പോഴും ഇന്ന് കേരളത്തിലെ ആളുകൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ചിരിയോടുകൂടിയാണ് അതിനെ എതിരേൽക്കുന്നത്. ഏതായാലും അവരുടെ വിശ്വാസം എന്തൊക്കെയാവട്ടെ, ഹിന്ദുമതത്തിൽ സമാധി എന്നതിനെ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ശിവഗിരിയിലെ ഒരു സ്വാമി സാന്ദ്രാനന്ദ എന്ന് പറയുന്ന, അവർക്കിടയിൽ ഏറെ അറിയപ്പെട്ട, യൂട്യൂബുകളിലൊക്കെ ഏറെ ശ്രദ്ധേയനായ ഒരു സ്വാമി എന്താണ് സമാധി എന്ന് വിശദീകരിച്ചത് ഈ ഒരു ഇടക്കാലത്ത്, ഈ ഒരു കാലയളവിൽ ജനശ്രദ്ധയാകർഷിച്ച പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞു, ആധ്യാത്മിക ആചാര്യന്മാരെല്ലാം, അഥവാ ഭയങ്കര ആധ്യാത്മിക ആചാര്യന്മാരെല്ലാം അവരുടെ
ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവർ മരണപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. നേരെ മറിച്ച് അവർ സമാധി അടഞ്ഞു എന്നാണ് ഉപയോഗിക്കാറുള്ള വാക്കുകൾ. സാധാരണക്കാർ മരിച്ചു പോയാൽ അവർ സമാധിയായി എന്ന് പറയാൻ പാടില്ല എന്നും അദ്ദേഹം അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം സമാധി എന്ന വാക്കിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഒരു ജീവൻ അത് പരമ്പൊരുളിൽ ലയിക്കുന്ന അവസ്ഥയെയാണ് സമാധി എന്നാണ് അവരുടെ വിശ്വാസം. ഹിന്ദുക്കളുടെ വിശ്വാസം അതാണ്. ഒരു മനുഷ്യദേഹം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ദേഹം, ജീവൻ, അത് പരമ്പൊരുളിൽ അവരുടെ ഏറ്റവും വലിയ അത്യാനന്ദകരമായ ഒരു ഘട്ടത്തിലേക്ക് അത് ചേരുമ്പോഴാണ് അതിനെ സമാധി എന്ന് വിളിക്കുക എന്നാണ് അവരുടെ വിശ്വാസമായി. അതുമായി ബന്ധപ്പെട്ട് ഗീതയിലെയും അതുപോലെ തന്നെ മറ്റുള്ള പല വാചകങ്ങൾ അവരെടുത്ത് ഉദ്ധരിക്കുന്നതൊക്കെ അവർക്കിടയിലുള്ള ആ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങളിലും അതുപോലെ പഠനങ്ങളിലും നമുക്ക് കാണാനാകും. ഏതായാലും അവർ പറയുന്നത് പോലെ പ്രപഞ്ചാത്മാവിൽ ലയിക്കുന്ന, പരമ്പൊരുളിൽ ലയിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തെ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസങ്ങളും അവരുടെ ദർശനങ്ങളും ചിന്തകളും എത്രമാത്രം അബദ്ധ ജടിലമാണ് എന്നുള്ളത് ഖുർആനും ഹദീസിൽ നിന്നും കൃത്യമായി കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം അത് ഖുർആനാണ്, ഹദീസാണ്. ഖുർആൻ ഒരിക്കലും മനുഷ്യനിർമ്മിതവുമല്ല, ഒരു മനുഷ്യൻ കൊണ്ടുവന്നതോ ഒരു ജിന്നു കൊണ്ടുവന്നതോ അല്ല. നേരെ മറിച്ച് അത് അള്ളാഹുവിൽ നിന്നുള്ള ദൈവികമായ ഗ്രന്ഥമാണ് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളും കൃത്യമായ വ്യക്തതകളുമൊക്കെ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഏതൊരു വിശ്വാസത്തിനും കൃത്യമായ കുറ്റമറ്റ അടിസ്ഥാനങ്ങൾ വേണം, കൃത്യമായ എവിഡൻസുകൾ വേണം, തെളിവുകൾ വേണം. ഈ പറയപ്പെട്ട ഇവരുടെ വിശ്വാസങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അവരുടെ എല്ലാ വിശ്വാസങ്ങളിലും, ഇപ്പോൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അവർക്ക് അവരുടേതായ ചില പ്രസ്താവനകളും അവരുടേതായ പല അനുമാനങ്ങളും അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങളും അവർ പറയുമ്പോൾ വ്യക്തതയില്ല, കൃത്യതയില്ല, കൃത്യമായ ഒരു ആധാരമില്ല. എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭിമാനപൂർവ്വം പറയാറുണ്ട്, ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ആധാരങ്ങൾ, അടിസ്ഥാനങ്ങൾ. മറ്റു മതങ്ങൾ ഏത് ദർശനങ്ങൾ എടുത്തു നോക്കിയാലും ഒരിക്കലും അവരുടെ വിശ്വാസങ്ങളെ സ്ഥാപിക്കാൻ പാകത്തിലുള്ള കൃത്യമായ തെളിവുകളില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്ന് കരുതി അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും കളിയാക്കുവാനും അവഹേളിക്കുവാനും ഒരു മുസ്ലിമിന് അവകാശമില്ല. കാരണം എന്താ? മുസ്ലിം അങ്ങനെ അവഹേളിക്കാനും മറ്റുള്ള മതസ്ഥരുടെ മതചിഹ്നങ്ങളെയും ആചാരങ്ങളെയും കളിയാക്കാനും ഇറങ്ങിത്തിരിഞ്ഞാൽ അവിടെ അവഹേളിക്കപ്പെടുന്നത് തൻ്റെ വിശ്വാസങ്ങളാണ്. കാരണം അവർ തിരിച്ചാക്ഷേപിക്കുന്നതും തിരിച്ചു പരിഹസിക്കുന്നതും മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിക കൃത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും വിശദീകരിച്ചത് കാണാനാകും. സൂറത്ത് അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു തേടുന്ന ആളുകൾ, അവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. സിബാബ് അല്ലേ, സബ്ബ യസുബ്ബു എന്നുള്ള വാക്കതാണ്. ചീത്ത വിളിക്കരുത്. അള്ളാഹുവിന് പുറമെ ഉള്ള ആളുകളെ, പ്രാർത്ഥന നടത്തുന്ന ആളുകൾ, അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ആളുകൾ, അവരെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. റബ്ബിന്റെ കൽപ്പനയാണ്. എന്താ ചീത്ത വിളിച്ചാലുള്ള കുഴപ്പം? നമ്മൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചെന്ത് ചെയ്യും? അറിവില്ലായ്മയോടെ അവർ റബ്ബിനെ ചീത്ത വിളിക്കും, അള്ളാഹുവിനെ ചീത്ത വിളിക്കും. അപ്പൊ നമ്മുടെ ആ ഒരു ചീത്ത വിളി റബ്ബ് പരിഹസിക്കപ്പെടാൻ കാരണമാകുന്നുവെന്നാൽ മറ്റുള്ള മതങ്ങളെ സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ കാട് കയറി അവഹേളിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവേണ്ട വിശ്വാസത്തെ സംബന്ധിച്ചാണ്, ആദർശ വ്യക്തതയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംസാരിക്കുന്നത്. മഹാനായ അലി ഇബ്നു അബി തൽഹ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ. വേറെ റിവായത്തിൽ യാ മുഹമ്മദേ എന്ന് വിളിച്ചിട്ടാ ചോദിക്കുന്നത്. ലതൻതഹിയന്ന അൻ സബ്ബിക ആലിഹതനാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ, മക്കയിലെ നബിയെ ദ്രോഹിച്ചിരുന്ന ഖുറൈശികളിലുള്ള പ്രമാണിമാര് നബിയോട് പറഞ്ഞു, നബിയെ, മുഹമ്മദ് നീ എങ്ങാനും ഞങ്ങളുടെ ദൈവങ്ങളെ ചീത്ത വിളിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ, ഞങ്ങളെ ദൈവങ്ങളെ കളിയാക്കുന്നത് നിർത്തിയില്ലെങ്കിൽ, ഔ ലനഹ്ജുവന്ന റബ്ബക്, ഞങ്ങൾ നിന്റെ റബ്ബിനെ ചീത്ത വിളിക്കുക ചെയ്യും. ഞങ്ങൾ ആലിഹത്തിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിന്റെ ഇലാഹിനെ കുറ്റം പറയുമെന്നാണ്.
ഫനഹാഹുമുല്ലാഹ് അൻ യസുബ്ബു ഔസാനഹും. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മറ്റുള്ളവരുടെ വിഗ്രഹങ്ങളെ ചീത്ത വിളിക്കുന്ന പരിപാടിയെ റസൂലുള്ളാഹ് വിരോധിച്ചുവെന്നാണ്. അപ്പോൾ ഒരു മുസ്ലിമീങ്ങളുടെ ഈ ഒരു വിഷയത്തിലുള്ള ഒരു ചെറിയ ധാരണ, മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവേണ്ട ധാരണയെ ചെറിയ രൂപത്തിൽ ഹൃസ്വമായ രീതിയിൽ പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു. നമ്മുടെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള നിലക്ക് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന മിൻ അക്ബരിൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ട മഹാപാപമാകുന്നു അയ്യൽ അനർ റജുലു വാലിദൈഹി, ഒരു മനുഷ്യൻ അവന്റെ മാതാപിതാക്കളെ ശപിക്കുക എന്ന് പറയുന്നത്, ഉമ്മാനിപ്പാനും ശപിക്കട്ടെ തൊലയട്ടെ എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, റസൂലേ യാ റസൂലല്ലാഹ് വകൈഫ യൽഅനു റജുലു വാലിദൈഹി, നബിയെ എങ്ങനെ ഒരു മനുഷ്യൻ മാതാപിതാക്കളെ ശപിക്കും? നമ്മൾ ആരെങ്കിലും ശപിക്കോ? ഒരു മനുഷ്യ മനസ്സിന് അത് സാധിക്കോ? എങ്ങനെ മാതാപിതാക്കളെ ശപിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യസുബ്ബു റജുലു അബർ റജുൽ, ഒരു മനുഷ്യൻ മറ്റുള്ളവന്റെ ഉപ്പയെ ചീത്ത വിളിക്കും. ഒരാൾ മറ്റുള്ളവന്റെ ഉപ്പാനെ ചീത്ത വിളിക്കും, അവന്റെ വാപ്പാക്ക് വിളിക്കും. ഫയസുബ്ബു അബാ, അങ്ങനെ അവൻ അവന്റെ വാപ്പാനെയും വിളിക്കും. ഉമ്മഹു, അവന്റെ ഉമ്മാനെയും അവൻ ചീത്ത വിളിക്കും. അപ്പോ ഇവന്റെ ചീത്ത വിളി കാരണം അവിടെ ചീത്ത അവഹേളിക്കപ്പെട്ടതും അപഹസിക്കപ്പെടുന്നതും ആരാണ്? സ്വന്തം മാതാപിതാക്കളാണ്. അതുപോലെയാണ് മറ്റുള്ള മതങ്ങളുടെ ദർശനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ കളിയാക്കി അതിനെങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ കൃത്യമായ തനിമയാർന്ന ആശയങ്ങളെയും ഇസ്ലാമിൻ്റെതായ വ്യക്തമായ ഇസ്ലാമിൻ്റെ ദർശനങ്ങളെയും വിശ്വാസങ്ങളെയും സമൂഹത്തിൽ ആളുകൾ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് അതിന് കാരണം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. എന്ന് കരുതി മറ്റുള്ളവരിലെ അബദ്ധ ജടിലതയെ അല്ലെങ്കിൽ അവരുടെ അജ്ഞതയെ, അവരുടെ ജഹാലത്തിനെ, അവരിലെ വിവരമില്ലായ്മയെ, അവരിലെ വിശ്വാസത്തെ, അവരുടെ ആധാരമില്ലായ്മയെ, അടിസ്ഥാനമില്ലാത്ത വാദങ്ങളെ, അത്തരം വാദങ്ങളെ പഠനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു വിശ്വാസിക്ക് അവകാശമുണ്ട്, അർഹതയുണ്ട്. പക്ഷെ കളിയാക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് സമാധിയുമായുള്ള സംസാരങ്ങൾ അങ്ങനെ നിൽക്കട്ടെ, എന്താ സമാധി എന്നുള്ളത് അവരോട് വിശദീകരിച്ചു. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യൻക്ക് ഉണ്ടാവുമോ? മരണം അല്ലെ, ഇപ്പോൾ പല ഇവരും പറയാറുണ്ട്, ഇപ്പോൾ ബുദ്ധന്റെ മരണത്തെ സമാധി എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാറുള്ളത്. മാത്രവുമല്ല, ശ്രീബുദ്ധനെ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ കേരളക്കരയിൽ നമ്മളേറെ അറിയപ്പെട്ട, കേരളക്കരയിൽ സ്വാമി വിവേകാനന്ദൻ അറിയാത്ത ആൾക്കാരാരുമില്ല അല്ലേ? അവരുടെയൊക്കെ സമാധി എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യാറുള്ളത്, ഉപയോഗിക്കാറുള്ളത്. ഇന്ന് യുക്തിവാദികളും അതല്ലെങ്കിൽ മറ്റുള്ള തീവ്രവാദികളും ഒക്കെ ഇതിന് നേരെ ഇങ്ങനെ ചാടിയണീക്കുമ്പോൾ അതിലുള്ള വ്യക്തതകളെ, അതിലുള്ള കാര്യത്തിന്റെ സത്യത്തെ അന്വേഷിക്കുക എന്നുള്ളതൊന്നും പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം, വിവാദങ്ങളും അതുപോലെ തന്നെ മുസ്ലിം കേരളക്കരയിലെ ജനങ്ങൾക്കിടയിൽ ഛിദ്രതയും ഒക്കെ കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയപ്പെട്ട ആളുകളൊക്കെ, ഈ പറയപ്പെട്ട ഏറ്റവും വലിയ ആത്മീയ ആചാര്യന്മാരായി ഇവർ രേഖപ്പെടുത്തിയ ആളുകളൊക്കെ സമാധി അടഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പരമ്പൊരുളിലേക്ക് ഒരാളുടെ ജീവൻ അലിഞ്ഞു ചേരുമോ? അതൊരു ചോദ്യചിഹ്നമാണ്. അതിന് കൃത്യമായ വ്യക്തതയില്ല, ആധാരമില്ല, അടിത്തറയില്ല. ആരോ മുൻഗാമികളായ പലരും പറഞ്ഞു വച്ച ഐതിഹ്യങ്ങളിൽ അവർ കേട്ടുമറന്ന കഥകളല്ലാതെ, അതിനെ വെറും കെട്ടുകഥകളായിട്ടല്ലാതെ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കെട്ടുകഥകളുണ്ട്. ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യാവുന്നതും അതാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു ആന ചവിട്ടിക്കുന്ന ഒരു പൂരത്തെ സംബന്ധിച്ച്, പൂരല്ല, ഒരു ഉത്സവം, അതല്ലെങ്കിൽ ഒരു നേർച്ച, നമ്മൾ കേരളക്കാരെ ചർച്ച ചെയ്തതാണ്. ഒരാഴ്ച മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥ അതാണ്. അതെന്താണ്? ദർഗകളാണ്. പലപ്പോഴും പല മഹാന്മാരുടെയും മയ്യത്തുകളെ മറമാടപ്പെട്ട ഇടങ്ങളെ അതിൻ്റെ മേലെ എടുപ്പുകൾ ഉണ്ടാക്കി അല്ലെ, പല രീതിയിൽ ദർഗകളും മക്കാമുകളും ഒന്നൊന്നായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളക്കരയിൽ സമാധിയും നേർച്ചകളും മക്കാമുകളും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടണം. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിനെ, അവിടുത്തെ ജീവിതത്തിലെ മഹാ അത്ഭുതങ്ങളെ പരിചയപ്പെടുത്താൻ ഇത്തരം അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സമാധിയുടെ സത്യവും അതിൻ്റെ അസത്യങ്ങളും, ഒരു സമാധിയുടെ യാഥാർത്ഥ്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് കവലകളിൽ അധികവും മൈക്കും കെട്ടി ജനങ്ങൾക്കിടയിൽ, അതിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ അനാവശ്യമായ ഇല്ലാത്ത തോന്നലുകളിൽ നിന്ന് ഉടലെടുക്കുന്ന ചില ഔലിയ കഥകളെ,
ഇഴകീറി ചർച്ച ചെയ്യാൻ ഇന്ന് കേരളക്കരയിലുള്ള ഓരോ വ്യക്തിയും കടന്നു വരണം. എത്ര ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരെ പറഞ്ഞ ഒരു ഔലിയയുടെ കഥകൾ ഏതൊരാളെയും ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നതാണ്. വലിയ അത്ഭുത കഥകളാണ് പല മഹാന്മാർക്കും പല പരിവേഷങ്ങളും നൽകി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത കറാമത്തുകൾ, ഇല്ലാത്ത പോരീശകൾ. പ്രിയപ്പെട്ടവരെ, ദർഗകളും സമാധിയിടങ്ങളും ഒന്നാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. കാരണം അതൊക്കെ കൃത്യമായ അടിത്തറയില്ലാത്ത, കൃത്യമായ ആധാരങ്ങളില്ലാത്ത, ഖുർആനിലോ ഹദീസിലോ, അതാണ് ഏറ്റവും വലിയ വ്യക്തതയും കൃത്യതയുമുള്ള അടിസ്ഥാനങ്ങളും ആധാരങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. പക്ഷെ ഈ പറയപ്പെട്ട കഥകൾക്കൊന്നും എന്തില്ല, അടിസ്ഥാനങ്ങളില്ല. ആരോ പറയുന്നു, അതിങ്ങനെ അതിൻ്റെ പൊലിവും അതിൻ്റെ എരിവും ചേർത്ത്, അതില്ലെങ്കിൽ അതിൽ പൊടിയും തൊങ്ങലും ചേർത്ത് ജനങ്ങളുടെ ഹൃദയങ്ങളിലെ വികാരങ്ങൾ ഇറക്കി വിട്ട് അത്ഭുത പരിവേഷം നൽകുന്ന കഥകളാണ്, വർത്തമാനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്കറിയാം ഏറ്റവും വലിയ ഔലിയ അല്ലാഹുവിൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബിയുടെ ഖബർ ഒരിക്കലും ദർഗയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖബർ ഒരിക്കലും മഖാമായിട്ട് അവിടേക്ക് വലിയ നേർച്ചകളോ വഴിപാടുകളോ നടത്തപ്പെടുന്നില്ല. നബിയുടെ ദുആ അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കി. ഇനിയിപ്പോൾ ഏതൊരു ഇസ്ലാമിൽ ഓരോ അനാചാരങ്ങൾ കടന്നു വരുമ്പോഴും അതിൻ്റെ പിന്നിൽ മുഴുവൻ മറ്റു മതസ്ഥരെ അതുപോലെ പിന്തുടരാനുള്ള ശ്രമങ്ങളാണ്. ഓരോ ആഘോഷങ്ങളാവട്ടെ, നേർച്ചകളാകട്ടെ, വഴിപാടുകളാകട്ടെ, ഇനി അതല്ല ഇതുപോലത്തെ ഉറൂസുകളാകട്ടെ, മറ്റുള്ള മതങ്ങളിലെ പൂരങ്ങളെപ്പോലെ, അവരുടെ ആഘോഷങ്ങളെപ്പോലെ, അവരുടെ വഴിപാടുകൾ പോലെ ഇസ്ലാമിലേക്ക് ഓരോരുത്തർ കടത്തിക്കൊണ്ടെന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ജൂതനെയും ക്രിസ്ത്യാനിയെയും ചാണിന് ചാണായും മുഴത്തിനു മുഴമായും പിൻപറ്റുന്ന തലമുറ എൻ്റെ സമൂഹത്തിൽ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി പ്രവചിച്ചതാണ്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ. അല്ലാഹുവിൻ്റെ റസൂല് മരണത്തോട് മല്ലിടുന്ന നിമിഷം, ഇവര് പറയുകയാണെങ്കിൽ ഈ സമാധി ഇങ്ങനെ നടക്കണ ഘട്ടം അല്ലേ, അഥവാ ഒരു പരമ്പരയിലേക്ക് നബിയുടെ ജീവൻ ഇങ്ങനെ ചേരുന്ന നിമിഷം, ഏറ്റവും വലിയ അതിനെ ഒരാൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സമാധി ലോകത്ത് നടക്കുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നമുക്കത് ചേർത്ത് പറയാനാകുമായിരുന്നു. പക്ഷേ ഇഹലോകവും അത് കഴിഞ്ഞാലുള്ള ബർസഖും മരണാനന്തര ജീവിതവും രണ്ടും രണ്ടാണ്. ഉയർത്തെഴുന്നേൽപ്പും പരലോകവും ഇഹലോകവും രണ്ടും രണ്ടാണ്. അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഖുർആനിലും സുന്നത്തിലും അതിന് കൃത്യമായ തെളിവുകൾ കാണാനാകും. അത് പടച്ച റബ്ബിൽ നിന്ന് ഇറങ്ങിയതുമാണ്, മനുഷ്യന്മാരാരും എഴുതി കൂട്ടിയതല്ല. അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ പറഞ്ഞു വച്ച പഴങ്കഥകളിലെ അതല്ലെങ്കിൽ ഐതിഹ്യങ്ങളിലെ വരികളല്ല, വാക്കുകളല്ല. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അതിന് കൃത്യമാണ്. അത് വിശുദ്ധ ഖുർആനെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ വ്യക്തത മനസ്സിലാകും. ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിൽ നബിയുടെ നെഞ്ചിലേക്ക് കാത് ചേർത്ത് വെച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ റസൂലുള്ളാഹി പറഞ്ഞ വാക്കിനെ, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂതനെയും ക്രിസ്ത്യാനിയെയും അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹു ശപിച്ചു പറഞ്ഞ റസൂലുള്ളാഹിയും ആ നിമിഷം ശപിക്കാൻ. എന്താ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, അത് ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എത്ര ദർഗകളാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ട്രെൻഡാണ്, ഉറൂസിൻ്റെ ടൈമാണ്. കേരളത്തിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലും കാണാം, താജ്മഹലിലും കാണാം, അതിൻ്റെ അപ്പുറത്തുള്ള ചുറ്റുവട്ടങ്ങളിൽ ഓരോ ഇടങ്ങൾ, നിസാമുദ്ദീനിലും അജ്മീറിലും ഒക്കെ കാണാം. ജനങ്ങളുടെ പണം ചൂഷണം ചെയ്യുന്ന, സമയങ്ങളെ ചൂഷണം ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏറ്റവും ഇത് ആരോട് ചോദിച്ചാലും പറയും, ഒരു പള്ളി കമ്മിറ്റി നടത്തണമെങ്കിൽ പോലും പറയും, ഞങ്ങൾക്കൊരു ഉറൂസ് നടത്തിയാൽ കിട്ടുന്നത് 10-15 ലക്ഷമാണ്, അത് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. ഇതൊക്കെ തെറ്റാന്ന്. എന്നാലോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും കഴിയും. ഇപ്പൊ സമസ്ത കഴിയൊഴിഞ്ഞതുപോലെ അത് സമസ്തയുടെ ഉറൂസല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ പിന്നിൽ അവരുടെ കൊടിയേറ്റവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ലോകം വീക്ഷിച്ചതാണ്. അതൊക്കെ ലോകം വീക്ഷിച്ചതാണ്. ആരാണ് അതിൻ്റെ പിന്നിൽ? ഏതൊക്കെ ഉസ്താദുമാരാണ് അതിൻ്റെ പിന്നിലുള്ളതൊക്കെ? അതിനും വേണ്ടി കൊടി പിടിച്ചതും അതിനും വേണ്ടി ചട്ടിയും മറ്റ് ഓരോ കെട്ടും പാണ്ടക്കെട്ടും തലയിലൂന്നി നടന്ന് ജനങ്ങളിലേക്ക് പ്രചരണം നടത്തിയത് ഉസ്താദുമാരാണ്. എന്നിട്ട് പറയാ ഇതൊന്നും എന്തല്ല, അത് മതത്തിന്റെ പേരിലല്ല, അതൊക്കെ ആരൊക്കെ ചെയ്യണതാണ്. മറ്റുള്ള ഇതിനെ പൊലിപ്പിക്കുന്നതും ഇതിനെ പ്രചരിപ്പിക്കുന്നതും ആരാണ്? ഇന്ന് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികളായ, അതിന് സിനിമാ നടികളായാലും കുഴപ്പമില്ല, സീരിയൽ നടികളായാലും കുഴപ്പമില്ല, ഗായികമാരായാലും കുഴപ്പമില്ല, ഗായകന്മാരായാലും കുഴപ്പമില്ല, ഞാനുണ്ടാവും ഉറൂസ് നിങ്ങളുണ്ടാവണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇസ്ലാമിൻ്റെ ഒരു ചിത്രത്തെ എത്ര വികലമായിട്ടാണ് ഇന്ന് പൗരോഹിത്യം സമൂഹത്തിൽ സമർപ്പിച്ചിരിക്കുന്നത്. അവിടെ സമാധി ചർച്ചയാകുമ്പോൾ അവിടെ നേർച്ചയും ചർച്ചയാവണമെന്നാണ്. സമാധി ചർച്ചയാകുമ്പോൾ മക്ബറകളും ചർച്ചയാവണമെന്നാണ്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മരിക്കണ സമയത്ത് ശപിച്ചത് അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കിയത് കൊണ്ടാണെങ്കിൽ അതേ പണിയല്ലേ ഇവരെടുക്കുന്നത് അല്ലേ? ഓരോ ജാറകളിൽ ഇങ്ങനെ എടുപ്പുണ്ടാക്കുന്നു, അതിന്റെ പിന്നിൽ ഓരോ ബിൽഡപ്പുകൾ ഉണ്ടാക്കുന്നു, അതിന്റെ പിന്നിൽ പണം വാരുന്നു, അതിന്റെ പിന്നിൽ നേർച്ചകൾ ഉണ്ടാക്കുന്നു, വഴിപാടുകൾ ഉണ്ടാക്കുന്നു. ഇസ്ലാമിക വിരുദ്ധമാണ്. അവർ പറയുന്നതിന് തെളിവില്ല, മറ്റുള്ളവർ പറയുന്നത് തെളിവില്ലാത്തതുപോലെ, മറ്റുള്ളവരുടെ ഐതിഹ്യങ്ങൾക്ക് കൃത്യതയില്ലാത്തതുപോലെ ഔലിയാക്കളുടെ കറാമത്തുകൾ വിശദീകരിക്കുന്നത് എന്തടിസ്ഥാനങ്ങളിലാണ് എന്ന് കരുതി ഔലിയാക്കൾക്ക് കറാമത്തില്ലാതെന്ന് ആരും പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അത് അറിയിച്ചു കൊടുക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ ജീവിച്ചിരിക്കണമായിരുന്നു. അതൊന്നും എന്തല്ല, അതൊക്കെ വേറെ വിഷയം. അതുമായി ബന്ധപ്പെടുത്തി ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാനാകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുബ്ന അലൽ ഖബർ, ഒരു ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കുന്നതിനെ റസൂലുള്ളാഹി പാടില്ല എന്ന് പറഞ്ഞവനാ, നഹാ വിരോധിച്ചവനാണ്. ഔ യുസാദ അലൈഹി, ഖബറിന്റെ മേൽ ഇനിയും അധികരിപ്പിച്ച് എടുപ്പുണ്ടാക്കുന്നതിനെ റസൂലുള്ളാഹി വിരോധിച്ചവനാണ്. ഔ യുജസ്സസ്, അതിന്റെ മേൽ കുമ്മായം ഇടുന്നതിനെ റസൂലുള്ളാഹി വിരോധിച്ചവനാണ്. ജാദ സുലൈമാൻ ഇബ്നു മൂസ റഹ്മഹുല്ലാഹ് ഈ ഹദീസ് റിവായത്ത് ചെയ്ത അദ്ദേഹത്തിന്റെ റിവായത്തിൽ ഇങ്ങനെയും കൂടി ചേർത്തു, ഔ യുക്തബ അലൈഹി, ഒരു ഖബറിന്റെ മുകളിൽ എഴുതി വെക്കുന്നത് പോലും റസൂലുള്ളാഹി നിരോധിച്ചുവെന്നാണ്. ഇന്ന് അല്ലെ മീസാൻ കല്ലിൽ കൊത്തിവെക്കാൻ ജനന വർഷവും മരണവർഷവും പേരും അഡ്രസ്സും മുഴുവൻ കൊത്തിവെക്കണം. ആരെപ്പോലെ? ഈ പറയപ്പെട്ട ജൂതനും നസ്രാണിയും അവരുടെ കൊടിമാടങ്ങളിൽ എഴുതി രേഖപ്പെടുത്തുന്നത് പോലെ. എത്ര വിരോധാഭാസങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മഹദിയായ ഐഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, ആരെ പറ്റിയെന്ന് വെച്ചാൽ ഉമ്മു ഹബീബയെയും ഉമ്മു സലമയെയും സംബന്ധിച്ച്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മമാരിൽ രണ്ടാൾക്കാരാണ്. പറയുന്നത് ഒരു ഉമ്മൻ ആയിഷ ബീവി തന്നെ. അബീസീനയിൽ അവർ കണ്ട ഒരു കനീസയെ സംബന്ധിച്ചാണ്. അബീസീനയിൽ ക്രിസ്ത്യാനികളായിരുന്നു അധികവും. അവർ കണ്ട ഒരു കനീസ, അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്തീയ മഠത്തെ സംബന്ധിച്ച്, ക്രിസ്ത്യൻ പള്ളിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹ് ഫമാത്. അല്ലെ, അവരിങ്ങനെ എടുപ്പുണ്ടാക്കിയ ആ എടുപ്പുകളിലെ ചിത്രങ്ങളും അതിലെ കൊത്തിവച്ച ഓരോരോ രൂപങ്ങളും കണ്ട് അത്ഭുതം കൂറി ഉമ്മു സലമയും ഉമ്മു ഹബീബയും നബിയോട് കാര്യം പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ആ കൂട്ടരുണ്ടല്ലോ, അതുണ്ടാക്കി വെച്ച ക്രൈസ്തവരുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബനൗ അലാ ഖബരിഹി മസ്ജിദ, നല്ല മനുഷ്യനാണ്, പക്ഷെ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിന്റെ മുകളിൽ അവരെന്ത് ചെയ്യും? ഒരു പള്ളി കെട്ടാറുണ്ടായിരുന്നു. ക്രിസ്തീയ സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞതാ. മാത്രവുമല്ല അവരവിടെ ഇങ്ങനെ അവിടെ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ കൊത്തിവെക്കും, അതിലിങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ അവർ തൂക്കി വെക്കുകയും ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി വാക്ക് അവസാനിപ്പിച്ചത് നോക്കണം, ഫഉലൈക ശിറാറുൽ ഖൽഖി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഇത്ര വൃത്തികെട്ട ജനത, ഇത്ര വൃത്തികെട്ട ഖൽഖ് ലോകത്ത് വേറെയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെങ്കിൽ ഇതൊക്കെ എങ്ങനെ അല്ലേ? ഓരോ ഈ സമാധിയും ആ ഒരു രൂപത്തിൽ തന്നെ കൊണ്ടുവന്നതല്ലേ? ഒരു നല്ല മനുഷ്യരായിട്ട് അവരുടെ ഇടയിൽ അവർ ആത്മീയാചാര്യനായി കണ്ട മനുഷ്യൻ അയാളെങ്ങനെ ഇരുത്താൻ, അയാളെങ്ങനെ കടത്താൻ, അയാളുടെ വേർപാട് അയാൾ സ്വയം. ഇപ്പോൾ ചില സമയത്ത് ഇവരുടെയൊക്കെ സംബന്ധിച്ച് സ്വാമിമാരെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ ചില ആളുകൾ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞു, മരണസമയത്ത് ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഓടിപ്പോകുന്ന അവസ്ഥ ഈ ആത്മീയാചാര്യന്മാർക്കില്ല. അതുകൊണ്ട് അവരതിനിങ്ങനെ സ്വയം അതിലേക്ക് പരമ്പരയിലേക്ക് ലയിക്കുന്ന ഘട്ടമാണെന്നൊക്കെ പറയാൻ. പക്ഷേ അതൊക്കെ ഒരു വ്യക്തതയില്ലാത്ത, അതിനൊന്നും എന്താണ് നമുക്ക് പറയാം, ഒരു കൃത്യമായ ഒരു അടിത്തറയോ ഒരു അടിസ്ഥാനങ്ങളോ ഒരു തെളിവുകളോ ഒന്നും അതിനില്ല. ഐതിഹ്യങ്ങളായി കേട്ടുകഥകളായി അല്ലെങ്കിൽ കേൾവികളായി അവർ മാത്രം പഠിച്ചു വച്ച അവരുടെ വിശ്വാസങ്ങളാണ്. എന്നാൽ മുസ്ലിം എത്ര അനുഗ്രഹീതനാണ്. നമ്മുടെ വിശ്വാസം പഠിപ്പിച്ചത് റബ്ബാൻ. അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഹിദായത്ത് നൽകിയില്ലായിരുന്നെങ്കിൽ പിന്നെ ആര് ഹിദായത്ത് തരാനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കഥകൾ ഇനിയിപ്പോൾ ചില ഇസ്ലാമിൽ തന്നെ ഇപ്പോൾ ഈ കഥകളൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പാകത്തിൽ റബ്ബ് പറഞ്ഞു വെച്ച കഥകളില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജ് ഇതിനോടൊപ്പം ചേർത്തത് ഭയങ്കര അത്ഭുതമുള്ള സംഭവമാണ്. നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം ഇതിന്റെ കൃത്യത ഏതാണ്? ഖുർആനുമാണ് ഹദീസുമാണ്. ഇതാരെങ്കിലും പറഞ്ഞു വെച്ചതല്ല. ആ ചരിത്രം ആ പശ്ചാത്തലം ഇങ്ങനെ പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് റജബാണ്. റജബ് എന്ന് വരുമ്പോൾ ചില ആൾക്കാർ പറയും ഇസ്റാ മിഅ്റാജ് നടന്നത് റജബിലാണ്. എന്നിട്ട് ഒരു 17 രാവിന് അവരെന്ത് ചെയ്യും? നോമ്പ്. 27 രാവിന് അവർ നോമ്പ് നോൽക്കും. മിഅ്റാജ് രാവ് അവർ നോമ്പ് നോൽക്കുകയും ചെയ്യും.
പക്ഷേ ഈ മെഹറാജ് നടന്നത് 27-നാണെന്നുള്ളൊരു കൃത്യമായ തെളിവൊന്നും ഹദീസുകളിൽ അവിടെ ഇല്ല. പക്ഷെ മെഹറാജ്, ഇസ്രാ മെഹറാജ് നടന്നു എന്നുള്ളത് കൃത്യമാണ്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലും കാണാം. അള്ളാഹ് ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ച സൂറത്ത് ഇസ്രാ. ആ ആയത്ത് ഇങ്ങനെ ഓതിപ്പോണം, എന്ത് രസാന്നറിയോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അല്ലേ? എന്നിട്ട് റബ്ബ് പറയും ലിനുരിയഹു മിൻ ആയാത്തിനാ. അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഒരൊറ്റ രാവിൽ അള്ളാഹു അവന്റെ അടിമയെയും കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിച്ചിരുന്ന ഇസ്രാ എന്നുള്ള വാക്കിന്റെ അർത്ഥം ലവല്ലൈലി, മറ്റേ സൂറത്ത് ഫജ്റിൽ നമ്മളത് പറയാറുണ്ട്. ഇദാ യസ്ർ രാത്രിയുള്ള സഞ്ചാരത്തെ സംബന്ധിച്ചാണ്. സാറ യസീറു എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ യസീറു എന്നല്ല, യസിർ. അസ്റ എന്ന് പറഞ്ഞാൽ രാപ്രയാണം നടത്തി, രാത്രി യാത്ര നടത്തിച്ചു എന്നാണ്. റബ്ബത്ര പരിശുദ്ധനാൻ, ഒരു ന്യൂനതയും ഒരു കുറവുമില്ലാത്ത റബ്ബ്. ഈ കഥ പറയാൻ റബ്ബിനൊരു വടിയില്ല. കാരണം ജനങ്ങൾ വിശ്വസിക്കും. കാരണം അത് റബ്ബ് നടത്തിയ മഹാ അത്ഭുതമാണ്. നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണേത്? ഇസ്രാ മിറാജ്. അത് ഈ പറഞ്ഞ പോലുള്ള ഔലിയാക്കളെ കഥ പോലല്ല. കാരണം ഔലിയാക്കളെ കഥ പറഞ്ഞത് ഏതെങ്കിലും മൗലിയാക്കന്മാരായിരിക്കും, ഉസ്താദുമാരായിരിക്കും. അതിന് വല്ല തെളിവുണ്ടോ? ഇല്ല. പക്ഷേ ഇസ്ലാമിൽ ചില പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ചില കഥകളുണ്ട്. മൂസാ നബിയുടെ വടി പോലെ, അല്ലേ? മൂസാ നബിയുടെ കൈകൾ പോലെ അതിങ്ങനെ പുറത്തുകെടുത്ത് അങ്ങനെ പ്രകാശിക്കുമായിരുന്നു ഞാൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൗന്ദര്യം പോലെ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ ജീവിതത്തിലെ മുഅ്ജിസത്തുകൾ അത് അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ പ്രതിപാദിക്കുകയാണ്. ഇനി അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ ഖുർആൻ തെറ്റായിട്ട് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. പക്ഷെ ഖുർആനിൽ ഒരു വള്ളി പുള്ളിനെന്തില്ല, വ്യത്യാസമില്ല. മുൻഗാമികളായ വേദക്കാർക്ക് തൗറാത്തും ഇഞ്ചീലും നൽകപ്പെട്ടെങ്കിൽ, അല്ലെ, കാലക്രമേണ അവരിലെ ആളുകൾ അതിൽ ഇഷ്ടപ്പെട്ടത് കൂട്ടുകയും ഇഷ്ടമില്ലാത്തതിനെ വെട്ടിമാറ്റുകയും ചെയ്തുവെങ്കിൽ നാമാണ് ഖുർആൻ ഇറക്കിയത്, നാം അതിനെ സംരക്ഷിക്കുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പൊ അതിനെന്തെങ്കിലും പോറലുണ്ട്, എന്നാലേ നമ്മളെ എവിഡൻസിനെ ആദ്യം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മുറിക്കാൻ കഴിയൂല. കാരണം ജനങ്ങൾ, മനുഷ്യരും ജിന്നും മുഴുവൻ ഒരുമിച്ച് നിന്നാലും ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ കഴിയൂല എന്നാണ്. ഇതുപോലത്തെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ഖുർആന്റെ ദൈവികത ഒരു വശം, അല്ലെ? ഖുർആന്റെ ദൈവികത പറയുന്നത് എന്തിനാണ്? ഖുർആനിൽ ഓരോ കാര്യവും സത്യമാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. നമ്മൾ ഓരോരുത്തരും അതാണ്. ഇവിടെ റബ്ബ് പറഞ്ഞു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാത്തിനാ. റബ്ബിന്റെ സംസാരം നോക്കി. അവിടെ ഇങ്ങനെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് അള്ളാഹുവിന്റെ ഇഷ്ടദാസനെയും കൊണ്ട് റബ്ബ് പ്രയാണം നടത്തി. എന്നിട്ട് റബ്ബ് പറഞ്ഞ വാക്ക് അടിവരടണം, ലിനുരിയഹു മിൻ ആയാത്തിനാ. നമ്മുടെ ചില ആയത്തുകളെ ആ നബിക്ക് കാണിച്ചു കൊടുക്കാൻ. നബി കണ്ട ചില അത്ഭുതങ്ങളുണ്ട്, അല്ലെ? ഈ പറയപ്പെട്ട ഔലിയാക്കളെ ആളുകൾ കൊടുത്ത പോരീശല്ല, അത് അള്ളാഹ് കൊടുത്ത പോരീശൻ. റബ്ബ് നൽകുന്ന ചില അത്ഭുതങ്ങളാണ്. എന്നിട്ട് റബ്ബ് കണ്ട രംഗങ്ങൾ എങ്ങനെ പറയില്ല, ആ രംഗം തന്നെ ഹദീസുകളിൽ സുദീർഘമായ ഹദീസ്, ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്യുന്ന സുദീർഘമായ ഹദീസുകളിൽ നബിയുടെ മുഅ്ജിസത്തിനെ വിശദീകരിക്കുന്നു. നബിയുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അത്ഭുതം അത് ഉണ്ടാവാൻ ചില കാരണങ്ങളുണ്ട്. ഏത് വർഷമാണ് നടന്നത്? നുബുവത്ത് കഴിഞ്ഞ്, അല്ല, നബിക്ക് നുബുവത്ത് കിട്ടിയിട്ട് 11 വർഷം കഴിഞ്ഞു. നുബുവത്ത് കഴിഞ്ഞിട്ട് 11ാമത്തെ വർഷവും 12ാമത്തെ വർഷവുമാണെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അത് റജബിലാണ് എന്നുള്ളത് എന്തില്ല, ആരും തീർച്ചപ്പെടുത്തിയിട്ടില്ല. അത് റജബ് 27-നാണ് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. അന്ന് നോമ്പ് വെൽക്കാൻ റസൂലുള്ളാഹിയും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ള നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു, സഹാബത്ത് നമ്മളെ പഠിപ്പിച്ചു തരുമായിരുന്നു. പക്ഷെ എന്തില്ല, ഇസ്ലാമിൽ അതിന് തെളിവില്ല. അപ്പൊ ഈ റജബ് മാസത്തിൽ സമാധിയും റജബ് മാസത്തിൽ നേർച്ചയും റജബ് മാസത്തിൽ ഇസ്രാഉം മിഅ്റാജും ചർച്ചയാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാരണം എന്താ, ഈ ഹക്കിനെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇങ്ങനത്തെ ഒരു സന്ദർഭം വേറല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാ മിഅ്റാജ് റബ്ബ് യാത്ര നടത്തിയ രാവ് റജബിലാണെന്നുള്ളത് തീർച്ചപ്പെടുത്തിയില്ലെങ്കിലും അതെപ്പോഴാണ്? അത് ആമുൽ ഹുസൈന് കഴിഞ്ഞിട്ടാണ്. ആമുൽ ഹുസൈന് 10ാമത്തെ വർഷം. ആമുൽ ഹുസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖവർഷം. നബിക്ക് എത്ര ദുഃഖം ഉണ്ടായ വർഷം വേറല്ല, അല്ലെ? അത്ര ദുഃഖം. ആയിഷ ബീവിനോട് അക്ക റസൂലുള്ള പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ സങ്കടമായ ദിവസം അത് ഉഹദല്ല, അത് ബദറല്ല, അത് അക്കബയിലെ ദിവസമാണെന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. ത്വായിഫിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മലഞ്ചരിവ് ഇറങ്ങി വരുമ്പോ നബിയുടെ കാലുകളിൽ നിന്ന് രക്തവാർന്നൊഴുകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയം തേടിയത് അവിടെ കർണു സഅലബയിലായിരുന്നു നമ്മൾ പഠിച്ചവരാൻ.
അല്ലെ കുറുക്കൻ മലയിൽ റസൂലുള്ളാഹി ധരിക്കാൻ ആൾക്കാർ കണ്ടാൽ നബിയെ കൊല്ലുമായിരുന്നു. 10 വർഷക്കാലം നബി പ്രബോധനം നടത്തിപ്പിയോ നബി അവർ കൊല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? നബി ഏറെ ഇഷ്ടപ്പെട്ട അബൂ ത്വാലിബ് നബിന്റെ കൂടെ ഉണ്ടായത് കൊണ്ടാണ്. പക്ഷെ അബൂ ത്വാലിബിന്റെ മരണം നബിയെ തകർത്തു കളഞ്ഞു, നബിയുടെ മനസ്സിനെ വിഷമിപ്പിച്ചു. കാരണം ലോകത്ത് നബിയെ സ്നേഹിച്ച ഒരാള് അക്കൂട്ടത്തിൽ വേറെ ആരും ഉണ്ടാകൂല അബൂ ത്വാലിബിനോളം. നബിക്ക് താങ്ങായിരുന്നു, തണലായിരുന്നു, കാവലായിരുന്നു. പക്ഷേ അബൂ ത്വാലിബ് മരണപ്പെട്ടപ്പോൾ നബിയുടെ മനസ്സ് പിടഞ്ഞു. ആ വർഷം തന്നെയാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെയും മരണം. ഖദീജ ബീവിയുടെയും അബൂ ത്വാലിബിന്റെയും വേർപാട് നബിയുടെ മനസ്സിലുണ്ടാക്കിയിരുന്ന സങ്കടത്തിന്റെ ഭാരം അതിവിശാലമായിരുന്നുവെന്ന് ആ ഹദീസ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ നബി മാത്രമല്ല, ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടു, എന്തൊക്കെ പറഞ്ഞെടുത്തിട്ടു ഈ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നബിയുടെ വാക്കുകൾ അംഗീകരിക്കുന്നില്ല, കളിയാക്കാന്നല്ലാതെ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന വഴികളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു എന്നല്ലാതെ, നബി നമസ്കരിക്കുമ്പോൾ നബിയുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്നു തൂക്കുന്നു എന്നല്ലാതെ, കണ്ടാൽ സാഹിറെന്നും മജ്നൂനെന്നും അതുപോലെ തന്നെ എല്ലാവിധ കദ്ദാബെന്നും പറയുന്ന പരിഹാസ വാക്കുകൾ ഉപയോഗിക്കുന്നുവെന്നല്ലാതെ, നബിക്കെതിരെ അവരൊരുമിച്ച് കൂടി ദാറുന്നദ്വയിൽ, മക്കയിലെ ദാറുന്നദ്വയിൽ ഒരുമിച്ച് കൂടി നബിക്കെതിരെ ഏത് പേരിടണം, എന്ത് പേരിടണം എന്ന് പറയുമ്പോൾ നബിയുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കടമാണ്. കാരണം കുടുംബക്കാർ മുഴുവൻ തിരിയൻ, ആരും വിശ്വാസികളാവുന്നില്ല. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് അസഫ. നമ്മൾ ഇടക്കിടക്ക് പറയുന്ന സംഭവമാണ്. നബിയുടെ മനസ്സ് ദുഃഖം കാരണം ഇവർ മുഅ്മിനീങ്ങളാവുന്നില്ല എന്ന കാരണത്താൽ നബിക്ക് നബിനെ തന്നെ മരിച്ചാൽ മതിയായിരുന്നു എന്നുള്ള തോന്നൽ, ഞാൻ സ്വയം മരണപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ള തോന്നൽ വരെ വന്നത്. അങ്ങനെ സങ്കടം മുട്ടി നിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? ഈ ഇസ്റാ മിഅ്റാജ് യാത്ര റസൂലുള്ളാഹിക്ക് നൽകുന്നതെന്ന്. കാരണം ഒരു ആശ്വാസം കൂടിയാണ്. മിഅ്റാജ് യാത്ര അത്ഭുതം നിറഞ്ഞ ആ ഒരു സംഭവത്തെ സംബന്ധിച്ചാണ്. ഇതൊക്കെ പറയുമ്പോൾ ഏറ്റവും നല്ല ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വന്ന കഥകളെ വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല. കാരണം ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹിന്റെ സംസാരമാണ്, അള്ളാഹിന്റെ കഥയാണ്. അതിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്റാ മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നബിയുടെ ജീവിതത്തിൽ നബിക്ക് ഒരു ആശ്വാസമായിട്ടാണ് ഇസ്റാ മിഅ്റാജ് യാത്ര നടന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒരു ആശ്വാസം എന്ന് പറയാൻ, നബിക്ക് ഇവരൊന്നും മുഅ്മിനീങ്ങളാവാത്തോടത്തോളം നബിയുടെ മനസ്സിൽ സങ്കടമുണ്ട്. പോരാത്തതിന് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. ഖദീജയും അതുപോലെ തന്നെ അബൂ ത്വാലിബും മരണപ്പെട്ട ഘട്ടവുമാണ്. ആ ഘട്ടത്തിൽ റസൂലുള്ളാഹി ഹിജറ പോയി അഭയം തേടി ത്വായിഫിലായിരുന്നു. അവിടുന്ന് റസൂലുള്ളാഹി തിരിച്ചു വന്ന് നബിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരു ഏറ്റവും നല്ല സമാധാനപൂർണമായ ഒരു അവസ്ഥ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ സന്ദർഭങ്ങളിലൊക്കെ മക്കയിൽ അഥവാ ഈ നുബുവത്തിന്റെ 10 വർഷങ്ങൾക്ക് ശേഷം നബി അനുഭവിച്ച മാനസിക പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹിക്ക് ആശ്വാസം കൊടുത്ത ഒരുപാട് നിമിഷങ്ങളുണ്ട്. മക്കിയയായ സൂറത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ, മക്കിയയായ സൂറത്തുകളുടെ ആയത്തുകളിൽ അതിന്റെ വ്യക്തത മനസ്സിലാവും. അതിലൊന്ന് ഇസ്റാ മിഅ്റാജാൻ, ഒരു ആശ്വാസം കിട്ടിയ രംഗം ഇസ്റാ മിഅ്റാജാൻ. 2 ജിന്നുകൾ മുസ്ലിമീങ്ങളായി എന്ന് പറഞ്ഞ സൂറത്തുൽ ജിന്നിന്റെ അവതീർണമാണ്. കാരണം മനുഷ്യന്മാരായ ആൾക്കാരൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ആര് വിശ്വസിക്കുന്നു? ഇത് കേട്ട ജിന്നുകളെ വിശ്വസിച്ചിട്ടുണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ എന്ന് പറഞ്ഞത് ആ ഘട്ടത്തിലാണ്. മാത്രമല്ല വേറെയുണ്ട്, അഹ്ലു കിതാബിൽപ്പെട്ട ചില ആളുകൾ അവരെന്ത് ചെയ്തു, ഖുർആനിൽ വിശ്വസിച്ചിട്ടുണ്ട് നബിയെ. കാരണം അവർക്ക് മുൻകഴിഞ്ഞ വേദങ്ങളിലും അവർ വിശ്വസിക്കുന്നു, നബിയിലും വിശ്വസിക്കുന്നു. അവർക്ക് 2 തവണ 2 അജ്റുകൾ അള്ളാഹുവിൽ നിന്ന് അവർക്കുണ്ട് എന്ന് പറയുന്ന ആയത്തുകളും ഇറങ്ങിയത് ആ ഘട്ടത്തിലാണ്. അഥവാ 3 സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. നബിയിൽ നിന്ന് അവർ വിശ്വസിക്കാതെ ഓടിയകന്നപ്പോൾ, നബിയുടെ മനസ്സ് വിഷമിച്ചപ്പോൾ, നബി അവരെ ദ്രോഹിച്ചപ്പോൾ നബിക്ക് 3 ഘട്ടങ്ങളിൽ അള്ളാഹു ആശ്വാസം കൊടുത്തു. ഒന്ന്, ജിന്നുകൾ ഇസ്ലാം മത സ്വീകരണവും മക്കയിലെ ക്രിസ്ത്യാനികളിൽപ്പെട്ട ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, നബിയിൽ വിശ്വസിച്ചതും ഖുർആനിൽ വിശ്വസിച്ചതും. 3-ാമത്തേത് ഈ പറയപ്പെട്ട ഇസ്റാ മിഅ്റാജാൻ. അത് നബിക്ക് കിട്ടിയ ആശ്വാസം തെല്ലൊന്നുമല്ല, മഹാ അത്ഭുതങ്ങൾ. ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ ആയത്തുകളിൽ ചിലത് ഞാൻ നബിക്ക് കാണിച്ചു കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് ആ കാഴ്ചകൾ എങ്ങനെ പറഞ്ഞില്ല, സൂറത്ത് നജ്മിലൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ വിശദമായി ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇസ്റാ മിഅ്റാജ് വിശദീകരിക്കപ്പെട്ടതാണ്. ഇപ്പം ഈ ഒരു അല്പസമയം അത് മുഴുവൻ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് എന്തില്ല, സമയമില്ല. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു കൃത്യമായ ആ ഒരു ഹദീസിനെ തന്നെ മുഴുവൻ വായിച്ചിട്ട് നമ്മളിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു ശ്രമം ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്താം. ആ ഹദീസ് മുഴുവൻ അങ്ങനെ വായിച്ചു പോകണം. അപ്പോൾ ഓരോ രംഗങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ഇബ്നു മാലിക്കാണ് ആ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ആരാണ്? 10 കൊല്ലം നബിന്റെ കൂടെ അനസ് ഇബ്നു മാലിക്കാണ് സത്യമായി ഈ കഥയെ പറഞ്ഞത്. മറ്റേ കഥകൾ പറയുന്നത് വേറെ പോലെയാക്കന്മാർ, അതിന് തന്നെ സനദില്ല അല്ലെ. കൃത്യമായ പരമ്പരയും സഹീഹായ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും.
അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ്. വിശ്വസിക്കാൻ ഒരു പ്രയാസമാണ്, പക്ഷെ നമ്മുടെ ചിന്തകൾ കൊണ്ട് ഉൾക്കൊള്ളാൻ പലപ്പോഴും തോന്നിപ്പോ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ആരെ പോലെ മക്കയിലെ അബൂജഹൽ വിളിച്ചു തീർത്ത ആളുകളും പറയാണ്, മുഹമ്മദ് പറയുന്നത് കേട്ടാ, മുഹമ്മദ് പറയുന്നത് നിങ്ങൾ കേട്ടോ, എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത് എന്നാണ്. അതിന്റെ അവസാന അതിന്റെ ലാസ്റ്റിൽ ആ സംഭവം വായിക്കുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എത്ര ആവേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ആദ്യം വന്നൊരു രംഗം പറയാം, നുബുവത്തിന് മുന്നേ നബിന്റെ അരികിൽ വന്നു എന്നാണ്. അത് അപ്പൊ നബി എവിടെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൽ കിടക്കുകയാണ് നബിന്റെ കൂടെ. അന്ന് നബിയല്ല, അന്ന് നുബുവത്തില്ല. ആദ്യം വന്ന ജിബ്രീലിന്റെ രംഗത്തെയാണ് അനസ് ഇബ്നു മാലിക് വിശദീകരിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നബിയുടെ കൂടെ രണ്ടാൾക്കാരുണ്ടായിരുന്നു എന്നാണ്. ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹുവും മറ്റൊന്ന് ജഅഫർ ഇബ്നു അബി ത്വാലിബും. അല്ലെ, നബിയുടെ പിതൃവ്യന്റെ മകൻ, അബൂ ത്വാലിബിന്റെ മകൻ. മറ്റേത് ഹംസ റളിയല്ലാഹു അൻഹു, നബിയുടെ പിതൃവ്യൻ. ഇതിന്റെ നടുവിലായിട്ട് നബി കിടക്കുന്നത് എന്നാ, മൂന്നാളിങ്ങനെ കിടക്കണെന്ന. ആ സമയത്ത് 3 മലക്കുകൾ വന്നു എന്നാണ്. 3 മലക്കുകൾ നബിയുടെ അരികിൽ വന്നു. അവർ ചോദിച്ചു, ആരും കൊണ്ടപ്പോ നമുക്ക് പോകാനുള്ളത്? ഇതിൽ 3 ആൾക്കാർ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആരാണെന്ന് അറിയില്ല. അത് ഉദ്ദേശിച്ചത് മുഹമ്മദിനെയാണ്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നടുവിലുണ്ടായിരുന്ന മലക്ക് പറഞ്ഞു, ഖൈറഹും, അവരിലെ നന്മയുള്ളവനെ കൊണ്ടുപോകാനാണ്. അഥവാ നടുവിൽ കിടക്കുന്ന ആളാണ് എന്നുള്ള സൂചന കൊടുത്തപ്പോൾ അവരെടുത്തു ഞാൻ. നബിയെയും കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി വെച്ചു? സംസമിൽ കൊണ്ടുപോയി മുക്കി ഞാൻ. സംസം കിണറിൽ നബിയെ കൊണ്ടുപോയി മുക്കിയെടുത്തു എന്ന് പറഞ്ഞു. ആ ഹദീസ് അങ്ങനെ തന്നെ പോണത്. അപ്പൊ അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഉണ്ടായിരുന്നു. പിന്നെ ജിബ്രീൽ ഏറ്റെടുത്തു ഞാൻ. നബിയുടെ കഴുത്തു മുതൽ നബിയുടെ ഹൃദയം വരെ പിളർത്തി എന്നും പറഞ്ഞു. ജിബ്രീലിന്റെ ആദ്യത്തെ ഒരു അത്ഭുതം നിറഞ്ഞൊരു രംഗാണ് അനസ് ഇബ്നു മാലിക് ഇസ്റാ മിറാജ് പറയുന്നതിന്റെ മുന്നേ വിശദീകരിച്ചത്. നമുക്കൊന്ന് വിശ്വസിക്കാനാകാത്ത വിധം നബിയുടെ കഴുത്ത് മുതൽ നബിയുടെ നെഞ്ച് വരെ പിളർത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് നബിയുടെ ഹൃദയത്തെ പുറത്തെടുത്തു എന്നും പറഞ്ഞു. എന്നിട്ട് അതിനെ കഴുകിയെന്നും അതിലെ പിശാചിന്റെ സാന്നിധ്യത്തെ എടുത്തു കളഞ്ഞുവെന്നും കൊണ്ടുവന്ന സ്വർണം പോലുള്ള പാത്രത്തിൽ നിന്ന് അതിനെ വെള്ളമെടുത്ത് അതിനെ കഴുകിയെന്നും സംസം കൊണ്ട് അതിനെ കഴുകി തിരിച്ചു വച്ചുവെന്നും ആ രംഗം ഇങ്ങനെ പറഞ്ഞു വിശദീകരിക്കുമ്പോൾ ഒരു സത്യവിശ്വാസി ഇതിനെ ഉൾക്കൊള്ളുന്നതിൽ ഒരു കുഴപ്പമില്ല. കാരണം ഇത് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തതാണെങ്കിൽ അത് ഹക്കാണ് എന്ന് വിശ്വസിക്കേണ്ട. നമ്മുടെ വിശ്വാസത്തെ റബ്ബ് പരീക്ഷിക്കൽ അങ്ങനെയാണ്. എന്നിട്ട് അവിടുന്ന് അങ്ങനെ പറയാണ്. പിന്നെ ജിബ്രീൽ വന്നു. റസൂലുള്ളാഹി പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ സഖഫിനെ പിളർത്തി, അഥവാ വീടിൻ്റെ മേൽക്കൂര പിളർത്തിയിട്ട് ജിബ്രീൽ കടന്നു വന്നു. നബിയെയും കൊണ്ടുപോയി. നബിയെ കൊണ്ടുപോകുമ്പോൾ ആദ്യം കൊണ്ടുപോയി നിർത്തിയത് ഒരു ബുറാക്കിന്റെ അരികിൽ. ആ ഹദീസ് ഇങ്ങനെ വായിക്കാം. ബുറാക്ക് എന്ന് പറഞ്ഞ വാക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ പലരുടെയും വീടിന്റെ മുന്നിലൊക്കെ നാട്ടിലൊക്കെ കാസർഗോഡ് ഏരിയയിൽ കോഴിക്കോട് ഏരിയയിൽ ചിത്രം കാണാം. ബുറാക്ക് ഒരു ദേവതന്റെ ആരോ ഉണ്ടാക്കിയ ആരുടെയോ ഭാവനയിൽ മെനഞ്ഞെടുത്ത ചിത്രം. പക്ഷെ സ്വഹാബികൾ പോലും അങ്ങനത്തെ ഒരു ചിത്രത്തിൽ എന്ത് ചെയ്തിട്ടില്ല, വിശദീകരിച്ചിട്ട്. അനസ് ഇബ്നു മാലിക് പറഞ്ഞു, ഒരു കോവർ കഴുതയേക്കാളും ചെറുത്, സാധാ കഴുതയേക്കാളും വലുത്, അതാണ് ബുറാക്കിന്റെ വലിപ്പം ഞാൻ. എന്നിട്ട് ബുറാക്ക് എന്ന വാക്കിന് എന്താ ബറക്ക? ബുറാക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ ശ്രദ്ധിച്ചു നോക്കിക്കണം. ബുറാക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബറക്ക എന്ന് പറഞ്ഞാൽ മിന്നലിന് പറയും, അല്ലെ? മിന്നടിക്കൻ. നമ്മളെ റബ്ബിനോട് പറയില്ലേ, മിന്നടിക്കുമ്പോൾ അത് ആ സംഭവം ഉണ്ടല്ലോ, അല്ലേ? ബറക്ക് എന്ന് പറഞ്ഞാൽ മിന്നൽ. അപ്പോ ഒന്നുകിൽ അതിന്റെ വേഗതയെ സൂചിപ്പിക്കുന്നതാ, അത് മിന്നൽ പിണർ പോലെ അതിവേഗതയിൽ പോകുന്നതായിരിക്കാം ബുറാക്ക് എന്നുള്ള രീതിയിൽ അതിനെ വിശദീകരിച്ചു. വേറെ ചില ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞ് മിന്നലിനെ പോലെ വെളുത്ത കളറുള്ളതാണ് എന്നാൽ അബിയൽ, അല്ലേ? അത് മിന്നലല്ല, വൈറ്റ് ലൈറ്റ് അടിക്കാറാണല്ലോ. അതുപോലെ വെള്ള കളറാണ് ബുറാക്കിന് എന്നുള്ള നിലത്തിൽ അതിന്റെ പേര് വരാനുള്ള കാരണം അതാണ്. അത് 2 അഭിപ്രായം, ഒന്ന് കളറിന്റെ അടിസ്ഥാനത്തിൽ, ഒന്ന് അതിന്റെ വേഗതയുടെ അടിസ്ഥാനത്തിൽ. ഏതായാലും ബുറാക്കിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതും അങ്ങനെ തന്നെയാണ്, ഇല്ലേ? ബഗലിനേക്കാളും വലുത് ബഗലിനേക്കാളും ചെറുത് ഹിമാറിനേക്കാളും വലുത് എന്ന് റസൂലുള്ളാഹി ആ ഹദീസിൽ തന്നെ അങ്ങനെ പറഞ്ഞു പോയി. അതിന്റെ വേഗതയെ റസൂലുള്ളാഹി വിശദീകരിച്ചു. കണ്ണെത്തുന്ന ദൂരത്ത് അതിന്റെ കാലെത്തുമെന്നാണ്. കണ്ണെത്തുന്ന ദൂരത്ത് അതിന്റെ കാലത്തും അതിവേഗതയിൽ കൊണ്ടുപോകുന്നാണ്. നബി അതിന്റെ അരികിലേക്ക് എത്തും. ആ ഹദീസ് ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ കാണാം, നബി അതിന്റെ അരികിലേക്ക് നിന്നപ്പോൾ, കയറാൻ വേണ്ടി നിന്നപ്പോൾ ആ ബുറാക്ക് വിസമ്മതിച്ചു. നബിയെ കയറണ്ട എന്നുള്ള രീതിയിൽ വിസമ്മതം കാണിച്ചു എന്നാണ്. ജിബ്രീൽ പറഞ്ഞു ബുറാക്കിനോട്, നിന്നിൽ യാത്ര ചെയ്ത ആളുകളെക്കാൾ ഉത്കൃഷ്ടൻ, നിന്നിൽ ഇനി യാത്ര ചെയ്യാൻ പോകുന്ന ഈ വ്യക്തി നിന്നിൽ യാത്ര ചെയ്തവരെക്കാളും ഉത്കൃഷ്ടനാണ്. ഇനി ഇതുപോലത്തെ ഒരാള് നിന്നിൽ എന്ത് ചെയ്യാനില്ല, യാത്ര ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോൾ നബിക്ക് മെരിഞ്ഞിനാൻ. നബിയും ജിബ്രീലും അതിൽ കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര തിരിച്ചു നാൻ. മസ്ജിദുൽ അഖ്സ, എന്താ അഖ്സ?
അങ്ങേ അറ്റത്തെ പള്ളി എന്നാ പറയാം. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം 1 മാസം വേണം അവിടെ എത്താൻ. തിരിച്ചു വരണമെങ്കിലും 1 മാസം വേണം വരെ യാത്രയിൽ. അങ്ങ് അറ്റത്തെ പള്ളി എന്ന് അവർ പറയുന്നതും അതുകൊണ്ട്. അൽ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബിയെയും കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയതും, നബി അമ്പിയാക്കൾ അവരുടെ വാഹനങ്ങളെ കെട്ടിയിടുന്ന ആ ഒരു ഭാഗത്തായി ഈ ബുറാക്കിനെ കെട്ടിയിട്ടതും പോലും അനസ് ഇബ്നു മാലിക് ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു പോകേണ്ട ഓരോ രംഗം വിശദീകരിക്കേണ്ട റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു അല്ലെ, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നബിയെയും കൊണ്ട് ആകാശ ആരോഹണം. അല്ലാഹു സുബ്ഹാനഹു മെഹറാജ് എന്ന് പറഞ്ഞാൽ കയറിപ്പോയി എന്നാൻ, അസ്റ എന്ന് പറഞ്ഞാൽ രാത്രി പോയി എന്നാൻ. ആ രാത്രിക്ക് ഇസ്റ എന്ന് പറയും, യാത്രക്ക് ഈ മിസ്റ എന്ന് പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസ് വരെ, അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയാണ് മെഹറാജായി രേഖ. ഇതിനുള്ള ഓരോ രംഗങ്ങളും മുഅ്ജിസത്താൻ, ചില പണ്ഡിതന്മാരെ നബിന്റെ റൂഹാണ് പോയത് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ടുപോയി, നബിയുടെ റൂഹും നബിയുടെ ജസദും ആ യാത്രയിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ അത്ഭുതം അല്ലെ. അല്ലെങ്കിൽ ഉറക്കത്തിൽ പോയി വരാൻ പറ്റും. പക്ഷെ നബിയുടെ ഉറക്കം സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിലും ഇത് നബിയുടെ ജസദും കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ തീർച്ചപ്പെടുത്തിയത്. നബിയുടെ ഓരോ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ്. നബിയെ കൊണ്ടുപോയിട്ട് 7 ആകാശങ്ങളും നബി കടന്നുപോയതും, ഓരോ ആകാശങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെ കണ്ടുമുട്ടിയതും, 5 നേരത്തെ നമസ്കാരങ്ങൾ നിർബന്ധമാക്കപ്പെട്ടതും ഒക്കെ സവിസ്തരം ആ ഹദീസുകളിൽ എന്ത് ചെയ്യാം, എനിക്കും നിങ്ങൾക്കും വായിച്ചെടുക്കാനാകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള, ഇബ്രാഹിം നബിയോടുള്ള, യൂസുഫ് നബിയോടുള്ള, ഇദ്രീസ് നബിയോടുള്ള, അതുപോലെ തന്നെ ഈസാ നബിയോടുള്ള നബിയുടെ സംസാരങ്ങൾ. എന്തിനേറെ സിദ്റത്തുൽ മുൻതഹ, മുൻതഹ എന്ന് പറഞ്ഞാൽ ഇൻതഹാറിനെ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് അഥവാ 7-ാം ആകാശത്തിലെ ഒരു മരത്തെ സംബന്ധിച്ചാൽ അല്ലെ, അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരാൾക്കും കയറിപ്പോകാൻ കഴിയാത്ത, ഇതുവരെ ഒരാളും കയറിപ്പോവാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് അള്ളാഹുവിന്റെ അബ്ദിനെ അള്ളാഹു ഉയർത്തി. നബിക്ക് അള്ളാഹു കൊടുത്ത ആദരവാണ്. കാരണം മനസ്സിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത ആശ്വാസം. ഒരാൾ ഈ മൂസാ നബി അത് പറഞ്ഞും ചെയ്തു ഞാൻ. കാരണം എന്നെ അള്ളാഹു ഉയർത്തിയതുപോലെ ഒരാളും ചെയ്തിട്ടില്ല, അള്ളാഹു ഉയർത്തിയിട്ടില്ല. ചില പണ്ഡിതന്മാർ 7-ാം ആകാശത്ത് മൂസയായിരുന്നു, ചില പണ്ഡിതന്മാരാണ് ഇബ്രാഹിം നബി ആയിരുന്നു 7-ാം ആകാശത്ത് ഞാൻ. ഏതായാലും മൂസക്ക് കിട്ടിയതിനേക്കാളും ശ്രേഷ്ഠത ആർക്ക് അള്ളാഹു കൊടുത്തു? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു ഞാൻ. 1-ാം ആകാശത്തിൽ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലിനെ കണ്ടു. ആകാശത്തേക്ക് കയറിപ്പോണ രംഗത്തിലൊക്കെ ഒരുപാട് പഠിക്കാൻ ഇഷ്ടംപോലെ കാര്യം ഉണ്ട്. ഓരോ കാര്യത്തിന് അതിൽ തെളിവുണ്ട്. ഓരോ മര്യാദകളെ ഒക്കെ പഠിപ്പിച്ചു തരുന്ന ഓരോ കാര്യം ആ ആദ്യത്തെ ചേർക്കാൻ നമ്മൾ ഇരുന്ന് പഠിക്കുന്നതാണ്. ഓരോ അത്ഭുതം നിറയുന്ന കാഴ്ചകൾക്കപ്പുറം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കുന്ന, മര്യാദകളെ പഠിപ്പിക്കുന്ന പലതും മലക്കുകളിൽ നിന്നും, നബിയിൽ നിന്നും, ജിബ്രീലിൽ നിന്നും പ്രിയപ്പെട്ടവർ എനിക്കും നിങ്ങൾക്കും പഠിക്കാനുണ്ട്. ആ ഹദീസിനെ അങ്ങനെ വിശദീകരിച്ച് പോകുമ്പോൾ 1-ാം ആകാശത്തേക്ക് അങ്ങനെ കയറി പോകുമ്പോൾ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, ആരാൻ? അതെ, നേരായിട്ട് കയറി പോകാൻ പറ്റൂല, ജിബ്രീലാണെന്ന് പറയും. ജിബ്രീലാന്ന് പറയുമ്പോൾ കൂടെ ആരാൻ? കൂടെ മുഹമ്മദാന്ന് പറയും. ഉർസിലയിലെ അള്ളാഹുലേക്ക് പറഞ്ഞേക്കപ്പെടാനാണോ? അഥവാ മലക്കുകൾക്ക് അറിയാൻ നബിൻ, പക്ഷെ പലപ്പോഴും ഭൂമിയിലെ കാര്യങ്ങൾ അള്ളാഹ് അറിയിച്ചതല്ലാതെ ആർക്കറിയില്ല, മലക്കുകൾക്കറിയില്ല എന്ന വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ പോലും ആ ഇസ്രാ മിറാജ് യാത്രയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മലക്ക് മുഹമ്മദ് എന്ന് പറയും, തുറക്കുന്നാൻ. അങ്ങനെ മേലേക്ക് കയറി പോകുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച മഹാനായ ആദം നബിയാൻ. ആദം നബിനെ സ്വീകരിച്ച വാക്കുകൾ റസൂലുള്ള പറയാതെ പോയിട്ടില്ല. ആദം നബി സ്വീകരിച്ചത് എങ്ങനെ? മർഹബം ബിബ്നി സാലിഹ് വ നബിയ്യി സാലിഹ്. ഒരു ഹദീസിൽ അങ്ങനെ വന്നത്. ഒന്ന് നുബുവത്തും മറ്റത് ബുനുവത്തും. ആ വാക്കിന്റെ നല്ല രസം. ഒന്ന് നുബുവത്താണ് എന്താ, നബിയായി എന്നുള്ളത്, നബിയെ സ്വാഗതം. മറ്റത് ബുനുവത്ത്, എന്താ ബുനുവത്ത്? ഇബ്ന്, മോനാണ് എന്നുള്ളത് അല്ലെ. ഒന്ന് മകനോടുള്ള സ്നേഹവും നബിയോടുള്ള ആദരവും കാണിച്ചിട്ടാണ് ആദ്യം നബി എന്ത് ചെയ്യുന്നത്? നബിയെ സ്വീകരിക്കുന്നതും നബിയെ എന്ത് ചെയ്യുന്നത്? ആകാശത്തേക്ക് സ്വാഗതം ചെയ്യുന്നതും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 2-ാം ആകാശത്തിൽ ഇദ്രീസ് നബിയെ കണ്ടുവെന്നും അല്ലെ, ചില റിവായത്ത് കാണാം ഈസാ നബിയെയും അവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറയുന്നു. 3-ാം ആകാശത്ത്, അതുപോലെ തന്നെ 4-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബിയെയും, 5-ാം ആകാശത്ത് വെച്ചിലെ ഹാറൂൻ നബിയെയും കണ്ടു ഞാൻ. 6-ാം ആകാശത്ത് വെച്ച് മൂസയെയും, ചില റിവായത്തിൽ 6-ാം ആകാശത്ത് ഇബ്രാഹിമിനെയും, മറ്റൊരുത്ത് 7-ാം ആകാശത്ത് ഇബ്രാഹിമിനെയും, വേറെ റിവായത്തിൽ 7-ാം ആകാശത്ത് മൂസയെയും. ഏതായാലും ഇതൊക്കെ കൃത്യമായ ഹദീസുകൾ ഇങ്ങനെ രേഖപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് സംസാരിച്ചു. റബ്ബിനെ കണ്ടോ? ചില ആൾക്കാർ പറയും നബി അള്ളാഹുവിനെ കണ്ടു. അള്ളാഹുവിനെ ആരും കണ്ടിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ ആയത്ത് അതല്ലേ. റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ തുദ്രികുൽ അബ്സാർ, കണ്ണുകൾ അള്ളാഹുവിനെ പ്രാപിക്കുകയില്ല. അള്ളാഹിനെ കാണൂല. ദുനിയാവിലെ കണ്ണുകൊണ്ട് ഒരാൾക്കും കാണാൻ കഴിയൂല. വഹുവ യുദ്രികുൽ അബ്സാർ,
കണ്ണുകളെ കണ്ടെത്തുന്നവൻ അള്ളാഹുവാൻ. എല്ലാ കണ്ണുകളും കാണല് അള്ളാഹാണ്. പക്ഷെ അള്ളാഹിനെ കാണാൻ ഒരു കണ്ണിനും സാധിക്കൂല. ആ ആയത്തിൽ നിന്ന് സ്പഷ്ടമാണ്, നബി അള്ളാഹിനെ ദുനിയാവിൽ കണ്ടിട്ടില്ല, എന്നാൽ ആഖിറത്തിൽ നബിയും സഹാബത്തും മുഅ്മിനീങ്ങളും അള്ളാഹുവിനെ കാണും. നമ്മളിന്ന് വിശദീകരിച്ച ഫജറിന്റെ ക്ലാസ്സിലെ ആയത്ത് പോലെ അല്ലെ, അള്ളാഹു അതിന് നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതായത് നബി അള്ളാഹുവിനോട് സംസാരിച്ചതും 50 നേരത്തെ നിസ്കാരം നിർബന്ധാക്കി പോരുമ്പോൾ മൂസാ നബി പറയൻ, ബനു ഇസ്രായേലിനെ എന്ത് ചെയ്തിട്ടില്ല, അത് പറ്റിയിട്ടില്ല. ബനു ഇസ്രായേലിനേക്കാൾ നമ്മളെ ഉമ്മത്തിനെ മൂസാ നബി പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഇത്ര നിർമ്മല ഹൃദയർ വേറില്ല, ഇത്ര നല്ല സ്വഭാവമുള്ളവർ വേറില്ല, ഇത്ര അനുകമ്പയും ആർദ്രതയുമുള്ള സമൂഹം വേറില്ല. ബനു ഇസ്രായേലിനേക്കാളും മുസ്ലിം ഉമ്മത്തിന്റെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ മൂസാ നബി ആകാശത്ത് വെച്ച് പരിചയപ്പെടുത്തിയത് അതാണ്. കുറക്കാൻ വേണ്ടി പറയാതെ റഗര ഓരോ ഘട്ടം റസൂലുള്ള പോയതും അവസാനം 10 തിരിച്ചു വന്ന പോലെ പോരാ, 5 വരെ 5 പറഞ്ഞത് എന്താണ്, കഴിയൂല എന്നാണ്. പക്ഷെ അവസാനം പറഞ്ഞു, എനിക്ക് എൻ്റെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലാൻ ഇനി അസ്തഹി, ഞാൻ മടി കാണിക്കുന്നു, എനിക്ക് നാണം തോന്നുന്നു. റസൂല് പറഞ്ഞതാണ് അല്ലെ, അള്ളാഹിനോട് വീണ്ടും ചോദിക്കാൻ. പക്ഷെ ആ 5 മറ്റുള്ളവർ നിർവഹിച്ച 50 സമമാണ് അല്ലെ. ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലം എന്നാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് 50 ഇരട്ടി പ്രതിഫലമായി 50 വക്ത് നിസ്കാരമായിട്ട് അതിനെ രേഖപ്പെടുത്തുമെന്നുള്ളത് റബ്ബിന്റെ വാഗ്ദാനമാണ്. നബിയുടെ ഉമ്മത്തിന് അള്ളാഹുവിന്റെ റഹ്മത്താൻ, കാരുണ്യമാണ്. 5 നേരത്തെ നമസ്കാരം അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തിരിച്ചു വന്നിറങ്ങുന്നത് എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസിലാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹിനെ അബൂദർ അൽ ഗഫാരി റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലെ അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? അബൂദർ അൽ ഗഫാർ അള്ളാഹിന് പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു, ഇല്ല, ഞാൻ അള്ളാഹിനെ കണ്ടിട്ടില്ല, ബൽ നൂർ, അല്ലെ, റബ്ബിന്റെ പ്രകാശത്തെ ഞാൻ ദർശിച്ചു വന്നാൻ. ആയിഷ റളിയല്ലാഹു റിവായത്തിൽ ഹദീസിൽ നിന്നൊക്കെ നബിയെ കണ്ടോ എന്നുള്ളതിൽ കൃത്യത അവിടെ വന്നു. ആയത്തിൽ നിന്നും സ്ഥിരപ്പെട്ടു, ഹദീസുകളിൽ നിന്നും സ്ഥിരപ്പെട്ടു. പക്ഷെ റബ്ബിനോട് സംസാരിച്ചു. അവിടുന്ന് നേരെ ഇറങ്ങുന്നത് എവിടേക്കാണ്? ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നബി നമസ്കരിക്കുമ്പോൾ നബി തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ അമ്പിയാക്കളായിരുന്നു എന്നാണ് അല്ലെ. നബി അഭിമാനം പറയാറുണ്ട്, അന ഇമാമുഹും വഖതീബുഹും, ഞാൻ അവരുടെ ഇമാമാൻ, സയ്യിദുൽ അംബിയ, അംബിയാക്കളുടെ നേതാവാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുമ്പോഴൊക്കെ തിരിച്ച അതേ രാവിൽ ജിബ്രീലിന്റെ കൂടെ മക്കയിലെ തന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചെത്തുകയും രാവിലെ നേരം പുലർന്നപ്പോൾ നബിയെ കളിയാക്കാറുണ്ടായിരുന്ന അബൂജഹൽ നബിയെ കണ്ടപ്പോ ഹൽ മിൻ ഷൈ, എന്തെങ്കിലും പുതിയതുണ്ടോ എന്ന് പറഞ്ഞപ്പോ നഅം, ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ബൈത്തുൽ മുഖദ്ദസ് വരെ പോയി അവിടുന്ന് ആകാശവും കണ്ട് തിരിച്ചു റബ്ബിനോട് സംസാരിച്ച് തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ അത്ഭുതപ്പെട്ടു. ഞാൻ അബൂജഹൽ പറയാണ്, ഞാൻ ആൾക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടാം. അതേ വാക്ക് അങ്ങനെ, ഞാൻ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടാം. ഇത് ഓരോട് പറയോ? അവർ വിളിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞു. കൊണ്ടുവന്നു. ഞാൻ മക്കയിലെ പ്രമാണിമാരെയും മക്കയിലെ നേതാക്കന്മാരെയും നബിയുടെ മുന്നിൽ വിളിച്ചുകൂട്ടി. പറ മുഹമ്മദേ, നീ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ അബൂജഹലിനോട് ആദ്യം പറഞ്ഞതുപോലെ പറഞ്ഞപ്പോൾ ആ ഹദീസിന്റെ വാക്കുകളിൽ കാണാം, ചില ആളുകൾ അത്ഭുതപ്പെട്ട് തലയുടെ മുകളിൽ കൈകൾ വെച്ചു. അല്ലെ, നബിയിൽ വിശ്വസിച്ചിരുന്ന പുതു മുസ്ലിമീങ്ങൾ പോലും നബിയിൽ അവിശ്വസിച്ചു. പലരും അത്ഭുതം കൊണ്ട് നബിയോട് പറഞ്ഞു, അവനക്ക് ഭ്രാന്താണ്, മജ്നൂനാണ് എന്ന് നബിയെ വിളിച്ചു. പലതും പറഞ്ഞു ഞാൻ. പക്ഷേ അവരിങ്ങനെ ഓരോ വർണ്ണനകളും ഇങ്ങനെ ചോദിച്ചു അല്ലെ. 1 മാസം എത്തണം അവിടെ എത്തണമെങ്കിൽ, തിരിച്ചു വരണമെങ്കിലും 1 മാസമാണ്. ബൈത്തുൽ മുഖദ്ദസ് എങ്ങനെയാണ്? കണ്ട ആളുകൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ നബി അതിൽ ഓരോ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും സംശയങ്ങളായി. പോയിണ്ടാവൂലേ? അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ചില ആളുകൾ ചെന്ന് പറഞ്ഞത്, എൻ്റെ മുഹമ്മദ് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് ഹക്കാണ്, അത് സത്യമാണ്. കാരണം രാവും പകലും മുഹമ്മദിന്റെ അരിയിൽ വാനലോകത്ത് നിന്ന് വഹയ്യെന്ന് വരുന്നുണ്ടെന്ന് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതിലോളം പോന്ന അത്ഭുതം എനിക്കിതിലില്ല എന്നാണ്. അഥവാ നമ്മൾ ഓതുന്ന ഖുർആനിനോളം പോന്ന അത്ഭുതം ഈ നബിയുടെ ജീവിതത്തിലെ മഹാത്ഭുതമായി കാണുന്ന ഇസ്റാ മിഅ്റാജിനില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ റസൂലുള്ളാഹി വിശേഷിപ്പിച്ചു അസ്സിദ്ദീഖ്, സത്യസന്ധനാണ്, കാര്യങ്ങളെ സത്യപ്പെടുത്തുന്നവനാണ്. സിദ്ദീഖ് എന്ന സംഗതിയെ വിശദീകരിച്ചതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഹക്കാണ്, ഇത് കെട്ടുകഥല്ല. ഏതുപോലെ? നേരത്തെ പറയപ്പെട്ട സമാധി കഥകളെ പോലെ, അതല്ലെങ്കിൽ മറ്റുള്ള പല ആളുകൾക്കും ഇവർ നൽകുന്ന അല്ലെ പരിവേഷങ്ങളെ പോലെ, ഔലിയാക്കളുടെ ഇല്ലാത്ത കറാമത്തുകളെ പോലെയല്ല. ഇത് അള്ളാഹും അള്ളാഹിന്റെ റസൂലും വിശദീകരിക്കുന്നതാണ്. ഇവിടെയാണ് ഇസ്ലാമിന്റെ കൃത്യതയെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ വ്യക്തതയെയും ലോകത്ത് എനിക്കും നിങ്ങൾക്കും അറിയിച്ചു കൊടുക്കാനും പഠിപ്പിക്കാനുള്ളത്, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശക്തിപ്പെടുത്താനുമുള്ളത് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഫലപ്രദമായ അറിവ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിന്റെ റസൂലുള്ള വിശ്വാസവും ഇഷ്ടവും സ്നേഹവുമെല്ലാം അള്ളാഹു നമ്മളിൽ നിലനിർത്തി തരും.
തരുമാറാവട്ടെ, ശക്തിപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഈമാനിനെ പുതുക്കുന്ന ഇത്തരം സദസ്സുകൾ ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകൾ അല്ലാഹു വിട്ടു പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്കിടയിൽ ഇഷ്ടവും സ്നേഹവും വളർത്തട്ടെ. അല്ലാഹു മറ്റുള്ള മതങ്ങളെ വികലപ്പെടുത്താതെ പരിഹസിക്കാതെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങളെ പറഞ്ഞുകൊടുത്ത് ജനങ്ങളിലേക്ക് ഹക്കിനെ എത്തിക്കുന്ന ഒരു ബാധ്യത നിർവഹിക്കുന്നവരിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.